കേറി വന്ന കൊച്ചിനെ വെറുതെ ഒച്ചയെടുത്ത് ഓടിച്ചു വിട്ടു. അവനൊരു മനസ്സമാധാനം ഇല്ലാതെ ഇവിടുന്ന് പോയത്. എവിടെ പോയിരിക്കുകയാണാവോ? നീ അങ്ങനെയൊന്നും ആഗ്രഹപ്പെടേണ്ടരാതെ. അവര് തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അത് അവര് തന്നെ പരിഹരിച്ചോളൂ. ആ പ്രശ്നം തീർന്നിരുന്നുവെങ്കിൽ അവര് രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരില്ലായിരുന്നു വേണുവേട്ടാ. ഇതിപ്പോ അവൻ ഒറ്റയ്ക്കല്ലേ വന്നത്, മോള് വന്നില്ലല്ലോ. അപ്പോ അവര് തമ്മിൽ കാര്യമായിട്ടെന്തോ വഴക്കുണ്ടായിട്ടുണ്ട് വേണുവേട്ടാ. അവൻ തീ പിടിച്ച മനസ്സുമായിട്ട് ഇവിടുന്ന് പോയത്. എന്റെ കുഞ്ഞിന്റെ മനസ്സിന് നല്ല സമാധാനം കൊടുക്കണേ ഭഗവാനെ. വേണുവേട്ടാ, ഇവിടെ ഒറ്റ ഒരുത്തി എന്റെ കുഞ്ഞിനെ ഓടിച്ചു വിട്ടത്. അവൻ അല്പ സമാധാനം തേടി എങ്ങോട്ട് വന്നത്. അവന്റെ മനസ്സിൽ ഇവളാ തീ കോരിയിട്ടത്. കൊച്ചിറങ്ങി പോവുകയും ചെയ്തു. അവൻ എങ്ങനെ ഇറങ്ങി പോകുന്ന കരുതിയാണോ അമ്മ ഞാൻ അങ്ങനെ ചോദിച്ചത്? എനിക്ക് അവനോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? എന്റെ സ്വന്തം കൂടപ്പറപ്പല്ലേ. ഞാൻ അവനോടോ ശ്രീയോടോ എന്തെങ്കിലും കാര്യത്തിൽ വഴക്കുണ്ടാക്കുന്നത് അവരോട് സ്നേഹം ഇല്ലഞ്ഞിട്ടാണോ അമ്മ? അവർക്ക് എന്തെങ്കിലും പറ്റിയാ അതെനിക്ക് സഹിക്കാൻ പറ്റുമോ അമ്മ? നീ വിഷമിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, അമ്മ അമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. നമുക്ക് പ്രാർത്ഥിക്കാം അവരെ സങ്കടവും പിണക്കമൊക്കെ മാറാൻ. യാമിനി മാഡം അല്ലേ വരുന്നത്? എന്തോ കാര്യമുണ്ടല്ലോ വേണുവേട്ടാ. എങ്ങനെ പ്രതീക്ഷിക്കാനാ? ആ വീട്ടിലെല്ലാവരെക്കാളും തിരക്കുള്ളത് മേഡത്തിനല്ലേ? എന്ത് തിരക്കാ രാധമ്മേ? അടുക്കള പണി, അടുക്കള മേൽനോട്ടം, അത് തന്നെ. ആ വീട്ടിലെ അടുക്കളപ്പണിക്കാര് വാഴില്ലല്ലേ? ഇല്ല മോളെ. അത് ശരിയാ, അമ്പിയുടെ മോനോടതുകൊണ്ടാ അങ്ങനെ ഒരു ദുഷ്പേര് നാട്ടിപ്പാട്ടായത്. അല്ല, ഞാനിങ്ങോട്ട് അപ്രതീക്ഷിതമായിട്ട് വന്നെന്തിനാന്ന് നിങ്ങളാരും ചോദിച്ചില്ലല്ലോ. മേഡം വന്നതിന് വലിയ സന്തോഷമല്ലേ, പിന്നെ എന്തിനാ ചോദിക്കുന്നേ? ഈ ഇരിക്കുന്ന മുഴുവൻ സ്വീറ്റ്സാ. ഈ സ്വീറ്റ്സും കൊണ്ട് ഞാൻ വരണമെങ്കിൽ അതൊരു സന്തോഷ വാർത്ത പറയാനായിരിക്കുമല്ലോ. ഋതുമോളാണ് ഇത് കൊണ്ടുവന്ന് തരേണ്ടത്. കുട്ടിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തോണ്ടാ ഈ ദൗത്യം ഞാൻ ഏറ്റെടുത്തത്. ഇപ്പോഴും മനസ്സിലായില്ലേ? എന്റെ രാധമേ, നിങ്ങൾ ഇത്രയും പാവങ്ങളാ? ഋതുമോക്ക് വിശേഷമുണ്ടല്ലേ? ആ ഇതാ പ്രിയക്ക് കാര്യം മനസ്സിലായി. എന്റെ വേണുവേട്ടാ, രാധമേ, നിങ്ങൾ രണ്ടുപേരും വീണ്ടും അച്ചമ്മയും അപ്പൂപ്പനും ആവാൻ പോവാന്ന്. എന്റെ പുന്നക്കയില്ലമ്മേ, അമ്മയ്ക്ക് 1000 നന്ദി. മാഡം, മോട്ട് ക്ഷീണമൊന്നുമില്ലല്ലോ? ഒരു ക്ഷീണമില്ല വേണുവേട്ടാ. കാര്യം 2 മുറികളിലാണെങ്കിലും അച്ഛനമ്മയും ഇപ്പൊ അടുത്ത് തന്നെ ഇല്ലേ? അല്ല, രാജുവും ഋതുമോളും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയല്ലോ അല്ലേ മേഡം? അതൊക്കെ ഇതോടെ മാറും രാധമേ. രണ്ടുപേരും സന്തോഷായിട്ടിരിക്ക. എന്റെ ദേവി. ഹലോ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ സിസ്റ്റർ സൗമ്യ. ആ പറയ് സിസ്റ്ററെ. സോറി ഡോക്ടർ, ഒരു വലിയ മിസ്റ്റേക്ക് പറ്റി. ലാബിൽ പറ്റിയ മിസ്റ്റേക്കാ. ഡോക്ടർ എന്നോട് ദേഷ്യപ്പെടരുത്. എന്ത് മിസ്റ്റേക്കാ? ലാബ് റിസൾട്ടുകൾ പരസ്പരം ഒന്ന് മാറിപ്പോയി. റിസൾട്ട് മാറിപ്പോയെന്നോ? താൻ എന്തൊക്കെയാ പറയുന്നേ? അതെ ഡോക്ടർ, ഡോക്ടറുടെ ഫ്രണ്ട് ഋതികയുടെ റിസൾട്ടാ മാറിപ്പോയത്. ഋതികയുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. അവള് ഗർഭിണിയല്ലെന്നോ? എന്തൊക്കെയാണോ താനി പറയുന്നേ? എത്ര കെയർലെസ് ആയിട്ടാ ഈ ലാബിൽ ഇരിക്കുന്നവര് വർക്ക് ചെയ്യുന്നേ. ഞാൻ ഇപ്പൊ തന്നെ മാനേജ്മെന്റിനോട് കംപ്ലൈന്റ് ചെയ്യും. ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്തവരാണോ ലാബില് ജോലി ചെയ്യുന്നത്? ഇത് പബ്ലിക്കോ മീഡിയ അറിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ പൂട്ടേണ്ടി വരും. അറിയോ തനിക്ക്? യൂസ്ലെസ്.
റിസൾട്ട് തെറ്റിപ്പോയതാണെന്ന് ഞാൻ ഋതികയോട് എങ്ങനെ പറയും? ഒരു കുഞ്ഞിന്റെ അമ്മയാകാനുള്ള സന്തോഷത്തിലിരിക്കുകയല്ലേ അവള്. അവളോട് ഞാൻ എങ്ങനെ? മൈ ഗോഡ്. സത്യത്തിൽ അവൻ എന്റെ മകനായി ജനിച്ചില്ലല്ലോ എന്നോർത്ത് എനിക്ക് സങ്കടമുണ്ട്. അത്രയ്ക്ക് ഇഷ്ടം എനിക്കവനെ. ഇത് കേട്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? ഞാനേ രാജുവിനെ കുറിച്ചാ പറഞ്ഞേ. ഇത്രയും നല്ലൊരു സ്വഭാവമുള്ളൊരു ചെറുപ്പക്കാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് നാണം കെട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുവോ, മോള് രാജുവിനോടുള്ള പിണക്ക് അവസാനിപ്പിക്കണം. അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? എനിക്ക് ഈ കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. മക്കള് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അല്ലാതെ നിന്റെ വിഷമവും നിന്റെ ഭർത്താവിനോടുള്ള പിണക്കം കാണാനൊന്നുമല്ല. മകളും അച്ഛനും തമ്മിലുള്ള പിണക്കം ഒരു വശത്ത്, ഇതെല്ലാം കണ്ട് പിരിമുറുകി ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് എന്റെ മോള് രാജുവിനോടുള്ള തെറ്റിദ്ധാരണ മാറ്റണം. ശരിയമ്മേ. മോൾ ഇക്കാര്യത്തിലൊക്കെ എത്ര ഭാഗ്യവതിയാ. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ആർക്കെങ്കിലും ഭർത്താവായിട്ട് കിട്ടുമോ? ആ രാധമ്മയും വേണുവേട്ടനും കൂടി എത്ര നന്നായിട്ട് അവനെ വളർത്തിയ. ആ പറഞ്ഞു തീർന്നില്ലല്ലോ. വന്നല്ലോ നിന്റെ ഭർത്താവ് സാറ്.